എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഇലക്ഷനായിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വളരെയധികം 3-4 രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്ന ഒരു വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ എൻ്റെ വാർഡല്ല, പെരുമ്പാവൂരിൽ 10ാം വാർഡ്, എൻ്റെ വാർഡിൻ്റെ തൊട്ടടുത്തുള്ള വാർഡ്. ആ 10ാം വാർഡിൽ ഇലക്ഷനിൽ ഞാൻ കണ്ട ഇലക്ഷൻ സമയത്ത് കണ്ട വളരെ ഒരു ആകർഷകമായ കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ മത്സരിക്കുന്ന 3 രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നിൽക്കുന്നത്, ആ ബൂത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവർ ഒരുമിച്ച് നിൽക്കുന്നു. ഞാനത് വളരെയധികം മനോഹരമായൊരു കാഴ്ചയാണ്. അവർ ഒന്നിച്ച് നിൽക്കുന്നു, ഒന്നിച്ച് കാപ്പ് കുടിക്കുന്നു. ആ രീതിയിൽ അത് സൗഹാർദ്ദപരമായ ഒരു മത്സരം പോലെ എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമല്ല, ഇന്ന് ഇലക്ഷന് ശേഷം വൈകുന്നേരം ഈ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഈ 3 പേർക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് ഒരു ചിത്രമെടുത്തുകൊണ്ട് ഒന്നിച്ച് ചായ കുടിച്ചുകൊണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്, ഒരു മനോഹര കാഴ്ചയാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നത് ഒരു ഐഡിയോളജി മാത്രമാണ് എന്ന് ഉറക്കെ പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പുതിയ തലമുറയ്ക്കൊരു മാതൃകയാണ്. അതായത് ഇലക്ഷനിൽ നിന്നു എന്ന് കരുതി പരസ്പരം വൈരാഗ്യ ബുദ്ധിയോ ഒന്നുമില്ലാതെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നീങ്ങുന്ന ഒരു കാഴ്ച ഇന്ന് പെരുമ്പാവൂരിൽ കാണുന്നു. എനിക്ക് തോന്നുന്നു ഈ മനോഹരമായ കാഴ്ച മറ്റെവിടെയെങ്കിലും ഉണ്ടായിരിക്കാം, ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തകരിൽ ചിലരുടെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം ഇതോടൊപ്പം ഞാൻ ചേർക്കുകയാണ്. തീർച്ചയായും കേരളം മാതൃകയാക്കേണ്ടത് ഇതുപോലത്തെ രാഷ്ട്രീയ കാര്യങ്ങളെയാണ് എന്ന് ഞാൻ പറയുന്നു. ഞാൻ പെരുമ്പാവൂർ രാമചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിലെ 10ാം വാർഡിലെ ഇലക്ഷന് നമ്മുടെ LDF, UDF, NDA ആവേശകരമായ പോരാട്ടമായിരുന്നു. പോരാട്ടമെല്ലാം കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം കൂടി എന്നുള്ളൊരു സെൽഫിയാണ് നമ്മളെടുത്തത്. എല്ലാവരും വളരെ ആഹ്ലാദത്തോടുകൂടി പരസ്പരം നാളെ കാണേണ്ടവരാന്നുള്ള ചിന്തയോടുകൂടി, രാഷ്ട്രീയം ഓരോരുത്തരുടെയും മനസ്സിലുള്ള വികാരമാണെന്ന ചിന്താഗതിയോടുകൂടി നമ്മളെല്ലാം സന്തോഷത്തോടുകൂടി പിരിയുകയാണ്. ഷാജു, എന്താ പറയാനുള്ളത്? നമ്മുടെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനമായിരുന്നു. എല്ലാവരും ഒത്തുകൂടി ഒരു സെൽഫി എടുത്ത് പങ്കുവച്ച് സംതൃപ്തി അടഞ്ഞു. അതായത് മറ്റ് സ്ഥലങ്ങളുള്ള പോലെയല്ല, പെരുമ്പാവൂരിൽ 10ാം വാർഡിൽ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും സൗഹൃദങ്ങളും ഒന്നും ബാധിക്കില്ല. ഇലക്ഷനെ ആദർശവും വേറെ രാഷ്ട്രീയം വേറെ എന്ന രീതിയിൽ 3 കക്ഷികളിലെ ആളുകൾ, പ്രവർത്തകർ, അതായത് സ്ഥാനാർത്ഥി മാത്രമല്ല പ്രവർത്തകരും കൂടി ഒന്നായിരുന്നൊരു ഫോട്ടോ എടുത്ത് പിരിയുക എന്നത് അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒരു മാതൃകയാണെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും സാറല്ലോ കൂടുതലായിട്ടും പറയാനില്ല. ഇവര് രണ്ടുപേരും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. രാഷ്ട്രീയത്തിലെ